അതിന്റെ വലിയ അണ്ണൻ ഈ ദില്ലി ദില്ലി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ ദില്ലി എന്നാണ് പറയുന്നത്, ദില്ലിൻ എന്നൊന്നും അല്ല. ഇത് നമ്മള് അഡ്മിൻസിനോട് പറഞ്ഞപ്പോ അഡ്മിൻസ് പകുതി മുക്കാലും പറയാ അത് ദിലിനാണെന്ന്, ദിലിനാണ് അവിടെ പറയുന്നതെന്ന്. പിന്നെ നമുക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് അഡ്മിൻസ് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, പിന്നെ നമ്മൾ എന്ത് പറയാനാ? എനിക്കടക്കം എടാ സെർജിയോ, ഞാൻ നിനക്കൊരു ക്ലിപ്പ് കാണിച്ചു തരാം, നിനക്കത് കേട്ടിട്ട് എടാ അത് വില്ലിയണ്ണനാടാ വിളിക്കണേ, അത് കേക്കുന്നത് അങ്ങനെയാണെന്നൊരു വില്യ. എടാ അവ നിങ്ങൾ മണ്ടന്മാരാണാ? എന്തിനാണ് അവിടെ ഇല്ലാത്തവരോടെ പറയുന്നത്? ഈ ദില്ലി അണ്ണൻ എന്ന് പറയുന്നത് അവര് ദിലിൻ എന്നുള്ളതാക്കി, അഡ്മിൻസ് അടക്കം പറയുകയാണ്. എടാ സംഭവം എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ദില്ലി എന്നല്ല പറയണേ, വില്ലി അണ്ണൻ എന്ന് പറയുമ്പോ അവന്റെ വായിന്ന് ഡി വന്നിട്ട് ദില്ലി അണ്ണൻ എന്തോ കേക്കുന്നത്. അത് ദിലിനായി നമ്മുടെ ഗാങ്ങിലുള്ളത്. ഞാൻ എന്ത് പറയാടാ, നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. ഈ ദിലിൻ എന്ന് പറയുന്നത് ദില്ലി എന്ന് പറയുന്നതും ഈ ലീയുടെ ഒരു ഇത് നോക്കിയാൽ മതി. ആ ഒരു ലീ എന്ന് പറയുന്നത് ഞാൻ വേറൊരു കാര്യം ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ടി വി ആയിട്ട് ഇത്ര സിറ്റുവേഷൻ ഉണ്ട്, നല്ല ടോക്സിക് സിറ്റുവേഷനും അതുപോലെ തന്നെ നല്ല കിടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇത്രയും മാസങ്ങളുടെ ഇടയിൽ. ഇതുവരെ ഈ ദിലിൻ എന്ന് പറയുന്ന പേര് ട്യൂബ്ലൈറ്റ് ഉപയോഗിക്കണ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ ഇപ്പൊ പറയാം, പെർമനന്റ് ബാൻ മാറ്റണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ ഒരു ലൈവിൽ നമ്മുടെ ഒരു വി സി സംസാരത്തിൽ പോലും ദിലിൻ എന്നുള്ള പേര് വന്നിട്ടില്ല ഇതുവരെ, മനസ്സിലായ? നമ്മുടെ ഒരു മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ബാക്കി പല പേരുകളും വിളിച്ച് നമ്മുടെ പുള്ളിനെയും പുള്ളിയുടെ ഗ്യാനും കളിയാക്കുമെന്നുണ്ടെങ്കിലും ദിലിൻ എന്നുള്ള പേര് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ, ഇത് നോക്കി ഈ മറ്റേ ദില്ലി എന്ന് പറയുന്ന ആ ലീ എന്ന് കേട്ടു നോക്കി, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ദില്ലി എന്നാണ് പറയുന്നത്, ദില്ലി എന്ന് പറയുമ്പോ ദിലിൻ എന്നുള്ളൊരു റിയൽ നെയിം അവിടെ എങ്ങനെ വരുന്നു മനസ്സിലാവുന്നില്ല. മനസ്സിലായാ? ദില്ലിൻ എടാ എന്നിട്ട് അഡ്മിൻസ് പറയാ സെർജിയോ ഇത് ദിലിൻ എന്നാണ് പറയുന്നതെന്ന്. പിന്നെ നമ്മളെന്താ പറയാ, അഡ്മിൻസ് എല്ലാവരും കേട്ടിട്ട് പറയും ഇത് ദില്ലിൻ എന്ന് തന്നെയാണ്, ദിലിൻ എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാനാ? അത് ബേസിക് ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ആ നാക്ക് കുഴഞ്ഞു പോയതാണ്. പക്ഷെ എന്ന് വന്നാലും ദിലിൻ എന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നതും കൂടി ഇല്ല, എന്നിട്ടാണ് പെർമനന്റ് ബാൻ കൊടുത്തിരിക്കുന്നത്. എടാ അതാ വീട്ടിൽ ഞാൻ പറഞ്ഞതാ, ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ടി വി ആയിട്ട്, ഒരുപാട് വളരെ വൾഗറായിട്ടും വൾഗർ അല്ലാത്ത രീതിയിലും കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഒരു മെമ്പറിന്റെ റിയൽ നെയിം പേര് ആർക്കറിയാ? എടാ ദില്ലിൻ എന്ന് പറയുന്നത് എന്നെ പോലും പറയുന്നില്ലടാ അവിടെ, എന്നെ പോലും അവിടെ പറയുന്നില്ല. ദില്ലി അണ്ണനിലെ എന്നാണ് അവിടെ വരുന്നത്, നോക്കിയാ മതി, ഇതിൽ നോക്കിയാ മതി. ഈ ദില്ലി അണ്ണൻ കുറച്ച് ബാക്ക് അടിച്ചേ, വളരെ ചുരുക്കം ബാക്ക് അടിച്ചേ. പ്ലേ മതി. ഇവിടെ വെച്ചാണ് അവന്റെ നാക്കോഴഞ്ഞ് ദില്ലി അണ്ണനെ തേക്കണ. അവന് മുന്നേ വില്ലിന്ന് കൃത്യമായിട്ടോ പറയണ്ട, അവിടെ വില്ലി അണ്ണന്റെ വായ വെച്ചു കൊടുക്കണ. അതപ്പോഴേക്കും അത് ദിലിന്നൊക്കെ ആക്കി. പിന്നെ നമ്മൾ ഇത് കൺവെർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്നും പറയാനില്ല. അഡ്മിൻസ് അടക്കം പറയുവാണ് ഇത് ദിലിൻ എന്നാണ് പറയുന്നത്. എല്ലാ മാനേജ്മെന്റിനോടും അഡ്മിൻസ് പറയാ, എല്ലാ മാനേജ്മെന്റിനോടും ഐ മീൻ ഇങ്ങനെ പോയിട്ട് ചോദിച്ചപ്പോ എല്ലാ മാനേജ്മെന്റിനും ഫീൽ ചെയ്തത് ദിലിൻ എന്നാണെന്ന്. പിന്നെ നമ്മളെന്ത് പറയാനാ? നമുക്ക് പിന്നെ വല്ലതും പറയാനുണ്ടാ? അവര് ബാൻ ഇടുകയും ചെയ്തു. എടാ നിനക്ക് മനസ്സിലായി കൃത്യമായിട്ട് അവിടെ ഫസ്റ്റ് വില്ലിയാണെന്നാ പറയണത്. രണ്ടാം പ്രാവശ്യം മറ്റേ പെട്ടെന്ന് സംസാരിക്കാൻ അങ്ങനെ ആവണത് അവന്റെ വായന്ന്. വില്ലിന്ന് തന്നെ അവൻ പറയണ. ഫസ്റ്റ് നിങ്ങൾ കേട്ടോ, ജസ്റ്റ് ഫസ്റ്റ് വിളിക്കണ കേട്ടോ നിങ്ങള്, അപ്പൊ കൃത്യം മനസ്സിലാവും എന്താ പറയുന്നതെന്ന്.
ഗൈസ് നിങ്ങളെ ഒന്ന് പറ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേട്ട് നോക്ക്, ഒന്ന് ആ 0.25 ഒക്കെ ഇട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ എന്താണ് കേൾക്കുന്നത് നോക്ക്. ബാക്ക് ഇതല്ല തൊട്ട് ബാക്ക് റെഡി ഇതല്ല കണ്ട. ഇതിലിപ്പോ എല്ലാരും ചെയ്തെന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് സെക്കൻഡ് പറയത്തില്ലേ, ഇത് മാത്രം കട്ട് ചെയ്ത് ലൈവിലും മറ്റേ എല്ലായിടത്തും കാണിച്ചു ഫസ്റ്റ് ഇല്ല പക്ഷെ വില്ലിന്ന് പറയുന്ന അഡ്മിൻസ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അത് പക്ഷെ അഡ്മിൻസിന് അറിയേണ്ട കാര്യമില്ല, മനസ്സിലായാ? വില്ലി എന്ന് പറയാൻ അത് അവിടെ അഡ്മിൻസിന് അവിടെ പ്രസക്തി ഇല്ലാത്തതാണ് അത്ര. പിന്നെ അല്ല ദില്ലി എന്താ എവിടെയും പറയുന്ന കേക്കട്ട് സ്റ്റാർട്ടിങ് ഇടറൊക്കെ ഇങ്ങനെ ഇടല്ലേ, ഇങ്ങനെയാണ് ബെല്ലായി കൺവേർട്ട് ചെയ്തത്. നമ്മൾ ഇടുമ്പോ ഫുൾ ഇടണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. കണ്ടോ, എല്ലാരും കണ്ടോ ഒന്നുകൂടെ? കണ്ട വില്ലിയണ്ണനാണ് ആദ്യം രണ്ടാമത് പറഞ്ഞ നാക്കൊഴിഞ്ഞ് ദില്ലിയണ്ണനാണ് കേട്ടത് അവിടെ. അതിനെ ദില്ലിന്നാക്കിയാ? അതിനെ ദില്ലിന്നാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആടുപുറോ ഇതൊക്കെ ആടുപുറോ കണ്ടിട്ടും പറഞ്ഞു അത് ദില്ലിൻ തന്നെയാണ്. പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ അതില്. ഇവിടെ ബാക്ക് അടിച്ച് കണ്ട വില്ലിയണ്ണന്റെ വാലെടുത്ത് വെച്ചു കൊടുക്കലാന്നാണ് പറയണത്. രണ്ടാമത് പറഞ്ഞപ്പോ നാക്ക് കുഴഞ്ഞിട്ട് പാവൻ ഡി ഒന്ന് കേറി കണ്ടതാ. പബ്ജി കളിക്കാനുണ്ടോ? അതൊക്കെ വിടും ബ്രോ. 2 ഗെയിംസ് നീ കൂട്ടി വെച്ചില്ല, എവിടെ കിടക്കുന്ന 2 ഗെയിം. അതിനാ ഇട്ടോ പാവോടെ ദില്ലിന്ന് വന്നടാ അവന്റെ വായെന്ന്. അവൻ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് വില്ലി എന്ന്. അത് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ ഈ മനുഷ്യരാണ് ചിലർക്ക് നാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിയൂല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത കുറെ ബാണങ്ങളെടുത്ത് പറഞ്ഞ കാര്യം. What an unfair game, guys. Unfair, very unfair. ഞാൻ പറഞ്ഞില്ലേ, ട്യൂബ് മെസ്സേജ് അയച്ച് ട്യൂബിന്റെ സൈഡിൽ ഇങ്ങനെയാണ് സംഭവം, ബ്രോ കണ്ടു നോക്ക്, ബ്രോക്ക് എന്താ തോന്നുന്നെങ്കിൽ ബ്രോന്റെ ഇഷ്ടമുള്ള രീതിയിൽ ട്യൂബ് അങ്ങനത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹമ്മദ് അമ്മാൻ, ഞാൻ അഡ്മിനോട് സംസാരിക്കാൻ. സ്വന്തം താല്പര്യം വെച്ചങ്ങ് പറഞ്ഞു. ചിന്തിക്കാന്നേളൂടാ. അവൻ ഫസ്റ്റ് തന്നെ വില്ലിന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പെട്ടെന്ന് അതിപ്പോ നിങ്ങൾ ഒരു ആർപ്പിലോട്ട് കയറിയിട്ട് കൊണ അടിച്ചു നോക്ക്. പെട്ടെന്ന് കൊണ അടിക്കുമ്പോ ചില വാക്കുകളൊന്നും വായി തിരിയൂല. ആദ്യം കറക്റ്റ് വില്ലിയാണെന്ന് പറയുന്നുണ്ട്. അവൻ രണ്ടാമത് അത് പറഞ്ഞപ്പോ തിരിഞ്ഞുപോയി. അവന് നാക്ക് കറക്റ്റ് വന്നില്ല, തിരിഞ്ഞില്ല. അതൊന്നും ചിന്തിച്ചു നോക്കിക്കൂടെ? ചുമ്മാ കിടന്നിട്ട് ഞാൻ പറയുന്നില്ല. ചിലർക്കൊക്കെ വിക്ക് ഉണ്ടാവൂലടാ, ചിലരിങ്ങനെ അങ്ങനെ ആവൂല. അങ്ങനെയൊക്കെ അത് എനിക്ക് ചെറുതായിട്ടുണ്ടാ. എനിക്ക് ചെറിയ സമയം ഉണ്ട്. അത് നമ്മളെന്തായാലും പെട്ടെന്ന് ഒന്നാമത്തെ നമ്മളെ ഈ വല്ല ഈ കുറച്ച് സ്ട്രെസ് ഇതാണ് കോണ അടിക്കുമ്പോൾ നമ്മളെ ഇച്ചിരി സ്ട്രെസ് ആവത്തില്ലേ, അതിനിടയ്ക്ക് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഇതാവും. മനസ്സിലായ? എന്നും പറഞ്ഞ് കുണ്ണേന്നല്ല വിളിക്കാൻ പോണം, ചിലപ്പോ കൂട്ടുകാരെന്നായിരിക്കും വിളിക്കാൻ പോണം. മനസ്സിലായ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. മൈ എന്ന് പറയുമ്പോ അഡ്മിൻ പെട്ടെന്ന് TX മറ്റേ പെർമനന്റ് ഇട്ടെന്ന് എങ്ങനെ ഇരിക്കും? ഫക്കായില്ലേ? ദിസ് ഈസ് റാങ്. അനീതിക്കെതിരെ പൊരുതാനാണ് എന്റെ ഇനിയുള്ള ബാക്കി ജീവിതം. ട്യൂബിന്റെ കാൽ എക്സാൻഡിസ് കുത്തുന്നതിന്റെ അന്ന് ഇവിടെ വെള്ളക്കൊടി പൊങ്ങും.